What did you say? No problem. Just a second. Let me view everyone. I'll take your photo. Lakshmi, Hanna, Avani, Angel, Edwin, Shahana, Adul, Ruwais, Great, Abel. Okay, I'll remember only few students, okay? Next. So we discussed about third generation language almost many times, almost 3 times, I guess. So what did you understand about third generation language? Because the second generation language and first generation language has its own limitations, some disadvantages, right? The first and second generation languages are machine dependent, and for us it's somewhat complicated to understand, okay? സെക്കൻഡ് ജനറേഷനിൽ ന്യൂമോണിക് കോഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജിൽ പ്രോഗ്രാം കോഡ് എഴുതുക എന്ന് പറയുന്നത്, പ്രോഗ്രാം റെഡി ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ്, കുറച്ച് എഫേർട്ട് ഉള്ള ഒരു പ്രോസസ് ആണ്. അപ്പം നമ്മൾ ഓൾവേസ് ട്രൈ ടു മേക്ക് അവർ വർക്ക് ഈസി. നമ്മൾ എപ്പോഴും നമ്മുടെ ജോലി ഈസി ആക്കാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോ പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളത് എന്താണ്? റിഹാൻ, ഓക്കെ. പ്രോഗ്രാമിംഗ് അപ്പൊ നമ്മളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ മെഷീനും ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാം ആക്കണ്ട. മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജിന്റെ ഒരു ലിമിറ്റേഷൻ അല്ല ഷോർട്ട് കമ്മിങ് ആണ്. മെഷീൻ ഡിപ്പെൻഡന്റ് ആണ് അവര്. എന്നുവെച്ചാൽ ഓരോ മെഷീൻസ് ഡിഫറെന്റ് മെഷീൻസിനനുസരിച്ച് ഡിഫറെന്റ് കോഡിംഗ് നമുക്ക് തയ്യാറാക്കണം. ഡിഫറെന്റ് പ്രോഗ്രാം കോഡ്സ് വേണം അല്ലെ? സെയിം പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ ഡിഫറെന്റ് കോഡ്സ് നമ്മൾ ആക്കണം അല്ലെ? ബട്ട് തേർഡ് ജനറേഷൻ ലാംഗ്വേജിലാവുമ്പോ എന്താ, മെഷീൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഇവര്. ചില ഒരു സിംഗിൾ കോഡ് മതി എല്ലാ മെഷീൻസിൽ റൺ ആവും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജസിലും, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സും ആൽഫബറ്റ്സും സിമ്പിൾസും മാത്തമാറ്റിക്കൽ സിമ്പിൾസും ഫോർമുലാസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഇറ്റ് വിൽ ബി വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈ പ്രോഗ്രാം എഴുതി തയ്യാറാക്കലും മനസ്സിലാക്കലും എറർ കറക്റ്റ് ചെയ്യലും വളരെ ഈസിയാണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ്. ഇത് വളരെ ഈസി ആയിട്ട് എഴുതാനും പറ്റും, പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സം എക്സാമ്പിൾസ് ആർ ഫോർട്രാൻ, കൊബോൾ, ബേസിക്, പാസ്കൽ, സി, C++, ജാവ. These are the example. Yes, these are. I don't understand. Which one? The limitation of machine languages and assembly languages. The limitations of machine language and assembly language. What are they? What are the machine languages and assembly languages? They belongs to which category? Machine language and assembly language. They are the examples for what? Ruwais answer para. What's their example for? Machine language um assembly language um ഏത് type of language ആണ്? ഏത് ജനറേഷനിൽ പെടുന്നതാണ്? third generation languages. No. Machine language ഏത് ജനറേഷൻ ആണ്? Assembly language. Okay, somebody tell me. Machine language belongs to Second generation language. Assembly language belongs to the second generation, and machine language that belongs to first generation. Okay, so they have some shortcoming. They have some limitations. Okay, what are the limitations? They are, it is difficult to debug the program written in machine language. It is extremely machine dependent language. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജും സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജിന്റെ ഷോർട്ട് കമ്മിങ്സ് പറഞ്ഞാൽ അത്
ആ ലാംഗ്വേജസിൽ പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്ന എഫേർട്ട് ഉള്ള പരിപാടിയാണ്. കുറച്ച് എഫേർട്സ് എടുക്കണം, എന്നാൽ മാത്രമേ ആ ലാംഗ്വേജിൽ എഴുതാൻ പറ്റൂ. കാരണം കൂടുതലും മെഷീൻ ഫ്രണ്ട്ലി ആയിട്ട് ആ ലാംഗ്വേജസ് വരാം. മെഷീന് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ലാംഗ്വേജ് വരിക. ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറെ അധികം തലവേദനയാണ് ആ ലാംഗ്വേജ്. അതേപോലെ തന്നെ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ് ആ ലാംഗ്വേജസ്, ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ. മെഷീൻ ഡിപ്പെൻഡന്റ് മീൻസ് അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസിൽ ഒരു പ്രോഗ്രാം കോഡ് കൊണ്ട് എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ഓരോ മെഷീൻ ഡിഫറൻസ് വരുന്നതനുസരിച്ച്, ഓരോ മെഷീൻ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് ഡിഫറെന്റ് പ്രോഗ്രാംസ് ഒരേ പർപ്പസിന് വേണ്ടി തന്നെ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. കാരണം സം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം C++ന്റെ ഒരു പ്രോഗ്രാം ഞാൻ കാണിച്ചിരുന്നു അല്ലെ, സം കാണണ്ടേ, A and B അക്സെപ്റ്റ് ചെയ്ത് സം കണ്ട് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാണിച്ചിരുന്നു. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലെ. പക്ഷേ അസംബ്ലി ആൻഡ് ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ആ ലാംഗ്വേജിൽ വേറെ വേറെ മെഷീൻസിന് വേറെ വേറെ പ്രോഗ്രാംസ് ആക്കുക എന്ന് പറയുന്ന കുറച്ചുകൂടെ തലവേദനയാണ്. അപ്പൊ ഈ ഷോർട്ട് കമ്മിങ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ തേർഡ് ജനറേഷൻ ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിച്ചത്. തേർഡ് ജനറേഷൻ ലാംഗ്വേജിൽ എന്താണ് ഈ 1 and 2 ഫസ്റ്റ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജുകളുടെ ലിമിറ്റേഷൻസ് നമ്മൾ കുറച്ചുകൂടെ ഓവർകം ചെയ്തു. അതിലെന്താണ്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ, നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്തു. ഇംഗ്ലീഷ് ലാംഗ്വേജ് വി അണ്ടർസ്റ്റാൻഡ് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആൻഡ് ഫോർമുലാസ്, അതെല്ലാം നമ്മൾ ആ ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഷീൻ ലാംഗ്വേജസ് ഇസ് നോൺ ആസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, what is the other speciality of the third generation language? The human can easily understand that. We can easily understand and write. It is very easy to write and understand. ഈ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. അപ്പം എഴുതാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എളുപ്പമാകുമ്പോൾ എറർ കറക്ഷനും എളുപ്പമല്ലേ. ഡീബഗിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, ലൊക്കേറ്റ് ആൻഡ് കറക്റ്റ് എറർ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സും എളുപ്പമാകും. ഓക്കെ, അപ്പൊ മെഷീൻ 1 and 2 ഫസ്റ്റ് ജനറേഷന്റെയും സെക്കൻഡ് ജനറേഷന്റെയും ലിമിറ്റേഷൻസ് കൊണ്ടാണ് നമ്മൾ തേർഡ് ജനറേഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചത് തന്നെ. ഓക്കെ, like assembly language, a high level language also needs a translator which converts high level language programs to machine language. You will study okay. So assembly language നമുക്ക് ന്യൂമോണിക് കോഡ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. പക്ഷേ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ്സ് ഓൺലി സീറോസ് ആൻഡ് വൺസ്. മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. സോ അതല്ലാതെ വേറെ ഏത് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിച്ചാലും വി നീഡ് ടു ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ഇപ്പൊ തേർഡ് ജനറേഷൻ ലാംഗ്വേജിൽ നമ്മൾക്കറിയാവുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. So we need to translate this language, this program, everything written in this programming language to machine code, machine language ലേക്ക് മാറ്റണം അല്ലെ. സോ നോർമലി നമുക്ക് ഭാഷ അറിയാത്തപ്പം വേറെ എവിടെയെങ്കിലും ഭാഷ അറിയാത്ത എടുത്ത് പോവുകയാണെങ്കിൽ വി മേ ഹാവ് ട്രാൻസ്ലേറ്റേഴ്സ്. ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തർജിമ ചെയ്യാം. മലയാളം ഇപ്പൊ നമുക്ക് അറിയാത്ത ലാംഗ്വേജിൽ നിന്ന് നമുക്ക് അറിയുന്ന ലാംഗ്വേജിലേക്ക് തർജിമ ചെയ്യാൻ ആൾ വേണം അല്ലെ. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൂറിസ്റ്റ് പോകുന്ന കാര്യം, അവിടെ നമ്മൾ എവിടെയെങ്കിലും അറിയാത്ത സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഭാഷ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം അല്ലേ. കാരണം ഇപ്പൊ കർണാടകയിലേക്ക് പോയാൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് കന്നഡ, എനിക്കറിയില്ല. അപ്പൊ ആരെങ്കിലും ഇന്നതാണെന്ന് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. പേര് ചോദിച്ചാൽ പോലും നമുക്ക് അറിയാൻ സാധ്യതയില്ല അല്ലെ, കന്നഡ തെലുങ്കു ലാംഗ്വേജസിൽ ഇല്ല. ഓക്കെ, സെയിം വേ തേർഡ് ജനറേഷൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസ് മെഷീന് കൊടുത്താൽ, ഐ മീൻ കമ്പ്യൂട്ടറിന് കൊടുത്താൽ കമ്പ്യൂട്ടറിന് വല്ലതും മനസ്സിലാവോ? നോ. So we need to translate it to machine code. Machine languageലേക്ക് മെഷീൻ കോഡിലേക്ക് അത് മാറ്റണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. We will see the translators later. Now I'm moving on to the fourth generation language. So there are some features of third generation language, also known as high level language. Third generation language is also known as high level language. It is user friendly. You know why it is user friendly? User friendly എന്ന് പറയാൻ കാരണം എന്താ നിങ്ങൾക്ക് അറിയാലോ. നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് we can easily understand and easily write it. It uses English words and mathematical operators which make it easy to understand.
എന്താണ് ഇതില് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ഇത് രണ്ടും നമുക്ക് ഫെമിലിയർ ആണ്. എവറിത്തിങ് ഇസ് ഫെമിലിയർ ടു യു, റൈറ്റ്? ഇത് രണ്ടും കൊണ്ട് തന്നെ it is really easy to understand, and it is not dependent on machine. ഇത് machine dependent അല്ല. ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ പോലെ ഇത് മെഷീൻ ഡിപെൻഡന്റ് അല്ല, ഇത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ മെഷീൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീന് ഒറ്റ പ്രോഗ്രാം എഴുതിയാൽ മതി. ഒരു പ്രോഗ്രാം മതി, എല്ലാ ടൈപ്പ് ഓഫ് മെഷീൻസിലും എക്സിക്യൂട്ട് ആവും. ദാറ്റ്സ് what advantage of this third generation language. Is that clear? Okay, good. Moving on to the fourth generation language. Fourth generation language. It is also known as modern high level language. Also known as what? Modern high level language. Low level language is the first generation language. Assembly language also known as low level language. And third generation language known as high level language. When it comes to fourth generation language, it is known as modern high level language. Modern high level language. Just understand that difference, okay? ആ ഒരു നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ? Okay. So in fourth generation language, okay, തേർഡ് ജനറേഷൻ ലാംഗ്വേജിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയാ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ ഈ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ്. The high level language, modern high level language were developed to get closer to human language in terms of thinking, conceptualization than any previous generation languages. നമ്മൾ പഠിച്ചിട്ട് വരുന്ന ഓരോരോ മെത്തേഡ് ഉണ്ട് അല്ലെ, ഇംഗ്ലീഷിലായാലും മാത്സിലായാലും എന്തിലായാലും നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു we adopt a common ഒരു common concept ഉണ്ട്. ഒരു കോൺസെപ്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ മൂവ് ചെയ്യാം. മാത്സിലായാലും അല്ലേ? അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വി ഡോണ്ട് യൂസ് ഇംഗ്ലീഷ് ആസ് ഇംഗ്ലീഷ് പീപ്പിൾ. ഇംഗ്ലീഷ് പീപ്പിളിനെ പോലെയല്ല, നമുക്ക് ചെറിയൊരു മലയാളീകരിച്ച ഇംഗ്ലീഷ് ആണ് അല്ലേ? That's not what I'm trying to say. So the main aim of fourth generation language എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന കോൺസെപ്റ്റ് ആയാലും ലാംഗ്വേജിന്റെ യൂസ് ആയാലും കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക. ആ ഒരു എയിം കൊണ്ടാണ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് വന്നത്. കാരണം തേർഡ് ജനറേഷൻ ലാംഗ്വേജിന് ബെനിഫിറ്റ്സ് ഉണ്ട്, അതിലും കൂടുതൽ ബെനിഫിറ്റ്സ് ഫോർത്ത് ജനറേഷനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് അതിനെ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് SQL, ഫോക്കസ്, പോസ്റ്റ്സ്ക്രിപ്റ്റ്, വേവ്, പൈത്തൺ, റൂബി, പേൾ. ഇതൊക്കെ പൈത്തനെ കുറിച്ച് മേ ബി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജിന് എന്താ പറയാ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ ലാംഗ്വേജസിൽ പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്സും ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് ഉപയോഗിച്ച് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചതുള്ളൂ. ഇതിന്റെ ജസ്റ്റ് ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ മതി. So the features of fourth generation language, it is more programmer friendly and versatile. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് കുറച്ചുകൂടെ തേർഡ് ജനറേഷൻ ലാംഗ്വേജിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ്. തേർഡ് ജനറേഷൻ ഓരോ ലാംഗ്വേജസിന്റെ പ്രത്യേകത, അവർക്ക് അവരുടേതായ റൂൾസ് ഉണ്ട്. ഓരോ ലാംഗ്വേജിലും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫറെന്റ് റൂൾസ് ആണ്. അപ്പൊ സിയിൽ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് കുറച്ച് ഡിഫറെന്റ് ആണ് C++ല്. ഫോർട്രാനില് അത് ഓൾഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഫോർട്രാനില് പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. അപ്പം കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ വരും. പക്ഷെ അപ്പോ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജിന്റെ കാര്യം പറയുമ്പോൾ അതിന്നൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആണ്, കുറച്ചുകൂടെ വേഴ്സറ്റൈൽ ആണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. ഇറ്റ് റിക്വയർസ് മിനിമം എഫേർട്സ് ഫ്രം ദി യൂസർ ടു റൈറ്റ് ദ പ്രോഗ്രാം. വളരെ കുറച്ച് എഫേർട്ട് മതി നമുക്ക് ഈ ലാംഗ്വേജസിൽ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. It enhances programming efficiency with the usage of English-like words, phrases, icons, graphical interfaces, and symbolic representation. ഇതിന് മുമ്പുള്ള ലാംഗ്വേജസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം.
ലാംഗ്വേജ് മീൻസ് വേർഡ്സും കാര്യങ്ങളും ലെറ്റേഴ്സും ഒക്കെ സിമ്പിൾസ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സും ഫ്രേസസും ഇംഗ്ലീഷ് വേർഡ്സ് ഇതിനു മുമ്പുള്ള ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് ഫ്രേസസ് ഉപയോഗിക്കാം. ഐക്കൺസും ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഇമേജസ് കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിൾസ് കാര്യങ്ങളെല്ലാം ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുതരാം. ഇപ്പൊ നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. Then it possesses high speed of execution as compared to the language of previous generation. Fourth generation ലാംഗ്വേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് കൊടുത്താല് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ എഴുതുന്ന ലാംഗ്വേജിൽ കമ്പ്യൂട്ടറിന് പ്രോഗ്രാം മനസ്സിലാവില്ല. ആ ടാസ്ക് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ മെഷീൻ കോഡിലേക്ക് മാറ്റിയിട്ട് വേണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫോർത്ത് ജനറേഷന്റെ കാര്യത്തിൽ ഈ സ്റ്റെപ്സ് എല്ലാം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. എക്സിക്യൂഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ടാസ്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കമ്പ്യൂട്ടർ പെട്ടെന്ന് തന്നെ ചെയ്ത് അതിനുള്ള റിസൾട്ട് തരും. ഈ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജിലെ ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് ആർ ഡിസൈൻ ടു റെഡ്യൂസ് ഓവറോൾ ടൈം, എഫേർട്ട്, കോസ്റ്റ് that is occurred during the development of any software. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന IRCTCയുടെ വെബ്സൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ആക്ച്വലി അതൊരു ഹ്യൂമൻ